ഇതിനെതിരെ ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കുകയാണ്. ഈ പ്രതിഷേധത്തിൽ നിങ്ങളും അണിചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ സർക്കാരിനെയും മന്ത്രിയെയും അപമാനിച്ചുകൊണ്ട് കേരളത്തെ വെല്ലുവിളിക്കുകയാണ് BJPയുടെ നേതാക്കൾ. ശക്തമായ പ്രതിഷേധം ഉയർന്നു വരേണ്ടതുണ്ട്. ഈ ജനകീയ ഉദ്ഘാടന പരിപാടിയിൽ ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും അണിചേരണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, മതനിരപേക്ഷ കേരളത്തെ വെല്ലുവിളിച്ച് സംസ്ഥാന സർക്കാരിനെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെയും ഒഴിവാക്കി ദേശീയപാത വികസനം ഉദ്ഘാടനം ചെയ്യുവാനുള്ള കേന്ദ്ര സർക്കാരിന്റെയും BJPയുടെയും ശക്തമായി പ്രതിഷേധിക്കുക. ദേശീയപാതയുടെ ജനകീയ ഉദ്ഘാടന പരിപാടിയിൽ ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും അണിചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കേരളത്തിന്റെ ദേശീയപാത വികസനം യാഥാർത്ഥ്യമാക്കുവാൻ LDF സർക്കാർ കേന്ദ്ര സർക്കാരിന് നൽകിയത് 5500 കോടി രൂപ. രാജ്യത്ത് വേറെയൊരു സംസ്ഥാനവും ചെലവെത്താന് വേണ്ടി അങ്ങോട്ട് പണം കൊടുക്കേണ്ടി വന്നിട്ടില്ല. നാടിന്റെ വികസനത്തിന് വേണ്ടി പണം ചെലവഴിച്ചതും ദേശീയപാത വികസനം യാഥാർത്ഥ്യമാക്കുവാൻ എല്ലാ വകുപ്പുകളെയും യോജിപ്പിച്ച് പ്രവർത്തനം നടത്തിയതും കേരള സർക്കാർ. BJPയുടെ രാഷ്ട്രീയക്കളിയിൽ കേന്ദ്ര സർക്കാർ കേരളത്തെ ഒഴിവാക്കിക്കൊണ്ട് ദേശീയപാത ഉദ്ഘാടനം ചെയ്യുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരേണ്ടതുണ്ട്. ഈ ജനകീയ ഉദ്ഘാടന പരിപാടിയിൽ നിങ്ങളും പങ്കാളികളാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ട് കേരള സമൂഹത്തെ ആകെ വെല്ലുവിളിക്കുന്ന നിലപാടാണ് BJP നേതാക്കൾ സ്വീകരിക്കുന്നത്. ഇത് മതനിരപേക്ഷ കേരളത്തോടുള്ള വെല്ലുവിളിയാണ്. ഈ ജനകീയ ഉദ്ഘാടന പരിപാടിയിൽ നിങ്ങളും അണിചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ദേശീയപാതയ്ക്ക് സംസ്ഥാനം ചെലവഴിച്ച 5600 കോടി രൂപ പോലും കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തി കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കിക്കൊള്ളുവാൻ ശ്രമിച്ച കേന്ദ്ര സർക്കാരാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ അധിക്ഷേപിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെ ദേശീയപാതയുടെ ഉദ്ഘാടനം നടത്തുന്നത്. കേരള സമൂഹമാകെ ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കുകയാണ്. ഈ പ്രതിഷേധത്തിൽ നിങ്ങളും അണിചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ സർക്കാരിനെയും മന്ത്രിയെയും അപമാനിച്ചുകൊണ്ട് കേരളത്തെ വെല്ലുവിളിക്കുകയാണ് BJPയുടെ നേതാക്കൾ. ശക്തമായ പ്രതിഷേധം ഉയർന്നു വരേണ്ടതുണ്ട്. ഈ ജനകീയ ഉദ്ഘാടന പരിപാടിയിൽ ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും അണിചേരണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ദേശീയപാത 66 ഉദ്ഘാടനം BJPയുടെ പാർട്ടി പരിപാടിയാക്കി മാറ്റുന്നതിനെതിരെയുള്ള കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിക്കുക.